ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ നന്ദൂട്ടിയാണേ. ചെറിയൊരു പിണക്കത്തിൽ പോയി നിൽക്കുന്നതാട്ടോ. എന്താണെന്നറിയോ, ഇന്നത്തെ ദിവസം ആൾക്ക് അംഗൻവാടിയിൽ പോകാൻ ചെറിയൊരു മടി. മാമിക്ക് പനിയായിട്ട് മാമി മരുന്നിന് പോയിട്ടുണ്ടേ. അപ്പോൾ നന്ദൂനെയും തക്കടൂനെയും അമ്മമ്മേൻ്റെ അടുത്താക്കിയിട്ടാട്ടോ പോയത്. അപ്പോൾ നന്ദു ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിച്ചപ്പം ചേട്ടായി അന്നേരം കോളിലുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി ഇന്ന് നന്ദു അംഗൻവാടിയിൽ പോയിട്ടില്ല, നന്ദുവിന് മടിയാണേന്ന്. അന്നേരം ചേട്ടായി എന്നോട് പറഞ്ഞു, നീ വേഗം റെഡിയാക്കിക്കോ, ഞാൻ വന്നിട്ട് അംഗൻവാടി കൊണ്ടുപോയാക്കാമെന്ന് കേട്ടോ. നന്ദുവിനാകെ ഇവിടെ പേടിയുള്ളത് നമ്മുടെ ചേട്ടായിനെ മാത്രമാണ് കേട്ടോ. എന്നിട്ട് വേഗം അമ്മമ്മേൻ്റെ അടുത്തേക്ക് ഓടിപ്പോയേ. എന്നിട്ട് അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മേ അഞ്ചു ചേച്ചി എന്നെ കലമ്പിയിരുന്നേ. എന്നിട്ട് പോയി പിണങ്ങി നിൽക്കുന്നതാട്ടോ. ഞാൻ ചെന്നപ്പോൾ അമ്മമ്മ തുണി അലക്കുന്നതിൻ്റെ അടുത്ത് പോയി നിൽക്കുവാണേ. ഇതാട്ടോ നമ്മുടെ അമ്മമ്മ, അമ്മേൻ്റെ അമ്മയാണേ, ചേട്ടായിയുടെ അമ്മയുടെ അമ്മയാട്ടോ. ഇവിടെ അടുത്ത് തന്നെയാട്ടോ ഇവരും. ഇതാണ് തക്കുടു, നന്ദുവിൻ്റെ അനിയത്തി വാവയാണേ. തക്കുടുവിനെ എടുത്തേക്കുന്നതാണ് ഞങ്ങളുടെ അമ്മ, അതായത് ചേട്ടായുടെ അമ്മയെ. അപ്പോൾ ഇത് തറവാടും താഴെ കാണുന്നത് നമ്മുടെ വീടും ആട്ടോ. നമ്മുടെ വീടിന് ചുറ്റും ഷീറ്റ് കെട്ടിയേക്കുവാണേ. അത് മഴക്കാലമായാൽ അങ്ങനെ തന്നെയാട്ടോ, വീടിന് ചുറ്റും ഷീറ്റ് ഉണ്ടാവുമേ. ഇതാട്ടോ നമ്മുടെ തറവാട്. ഇവിടെ മാമനും മാമിയും അമ്മമ്മയും അച്ചാച്ചനും പിള്ളേരുമാണേ ഉള്ളത്. ഇത് നമ്മുടെ അമ്മയുടെ സ്വന്തം വീടാണ് കേട്ടോ. വീടിപ്പോൾ പുതുക്കി പണിതിട്ടാണുള്ളത്. വീടിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് നമ്മുടെ തക്കുടൂൻ്റെ ഒരു ഡാൻസ് ആട്ടോ. നല്ല രസമാണ് കാണാനേ, ഒന്ന് കണ്ടു നോക്കണേ. സ്വന്തമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ആട്ടോ. എന്തൊക്കെയാണ് കാണിക്കുന്ന പാവല്ലേ. അങ്ങനെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം വീണ്ടും അമ്മേൻ്റെ മടിയിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തല്ലൊക്കെ കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മമ്മേൻ്റെ മേലെ കയറിയിരിക്കാൻ തുടങ്ങിയേ. അമ്മമ്മേനെ കണ്ടാൽ പിന്നെ അമ്മേൻ്റെ കൈ തന്നെ പോണേ. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കിണറാട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കുടിക്കാനൊക്കെ ഉള്ള വെള്ളം എടുക്കുന്നത്. പഞ്ചായത്ത് കിണറുണ്ട്, അവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്, അത് അലക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കുടിക്കാൻ കൂടുതലും വെള്ളം എടുക്കാറ്. ഈ ഒരു മരം കണ്ടോ, ഇതിനെന്താ ഇവിടെ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ അവിടെ മണിമരുതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പൂക്കാനായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കളറ് ചെറിയൊരു ഇളം റോസ് കളറാണ്. ഇതിൻ്റെ തന്നെ വയലറ്റും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് ഇറങ്ങി പോന്നു കേട്ടോ, താഴേക്ക്. ഞാനും അമ്മയും മാത്രമേ ഉള്ളേ. ചേട്ടായി ഓട്ടം പോയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇന്ന് പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി പോന്നു. അനിയൻ ഇവിടെ ഇല്ല. അനിയൻ ഒരു മാസത്തേക്ക് കൊട്ടിയൂർ അമ്പലത്തിൽ അവിടെ ജോലിക്ക് പോയതാട്ടോ. അവിടെ ഇപ്പോൾ ഉത്സവമല്ലേ, അപ്പോൾ അവിടെ വോളണ്ടിയർ ആയിട്ട് പോയതാണേ. ഈ കഴിഞ്ഞ 3 വർഷവും അവനവിടെ വോളണ്ടിയർ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ.